കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല പടർന്നു പിടിക്കുകയാണ്. ഇതാ വടകര നഗരസഭയിലും ഷിഗല്ല റിപ്പോർട്ട് ചെയ്യുന്നു. 17-ാം വാർഡിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ വാർഡിലെ വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണവും കിണറുകളിൽ ക്ലോറിനേഷനും നടത്തിയിട്ടുണ്ട്. PJ അരുൺ ഞങ്ങളുടെ പ്രതിനിധി ചെയ്യുന്നു. PJ, എന്തൊക്കെയാണ് ഈ കോഴിക്കോട് ജില്ലയിൽ ആശങ്കയായി ഷിഗല്ല പടരുകയാണ്? ഇപ്പോഴിതാ വടകര നഗരസഭയിലും റിപ്പോർട്ട് ചെയ്യുന്നു. അജിംഷാദ്, ഈ പകർച്ചപ്പനി ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിൽ മാത്രം വലിയ രീതിയിലുള്ള ഒരു വർധനമാണ് കേസുകളുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത് പല രോഗങ്ങളുടെ രൂപത്തിലായിരുന്നു. നിപ്പ വന്നു, അത് കഴിഞ്ഞ് ഷിഗല്ല വന്നിട്ടുണ്ടായിരുന്നു, മലേറിയ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ഒടുവിലാണ് കോഴിക്കോട് ജില്ലയുടെ മറ്റു പല ഭാഗങ്ങളിലേക്കും ഈ ഷിഗല്ല എന്ന് പറയുന്ന പകർച്ച വ്യാധി ഇപ്പോൾ വ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവകരമായ കാര്യം ആ വാർത്തയിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്. ഈ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇതുവരെയും മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഗൗരവകരമായ ഇക്കാര്യത്തിൽ വിഷയം. ഈ പകർച്ചപ്പനികൾ വ്യാപിപ്പിക്കുമ്പോൾ മാത്രമാണ് ഈ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയും മറ്റും അവിടെ ഉണ്ടാവാറുള്ളത് എന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ഗൗരവകരമായ കാര്യം. മഴക്കാലത്ത് സ്വീകരിക്കേണ്ട മഴക്കാല പൂർവ്വ ശുചീകരണം പഞ്ചായത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല. കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിലും ഉണ്ടാവുന്നില്ല. അത് മഴക്കാലം എത്തുന്നതിന് മുമ്പേ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ നടത്തേണ്ടതാണ്. എന്തായാലും ഈ വടകര ജില്ലയിൽ വടകര മുനിസിപ്പാലിറ്റിയിൽ, വടകര നഗരസഭയിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്കായിരിക്കും ഇനി പ്രധാനമായും മുൻകരുതൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു വീഴ്ച എന്ന് പറയുന്നത് പകർച്ചപ്പനികൾ ഉണ്ടാവുന്നുണ്ട്. 2000-ലധികം പേർക്കാണ് 2000 അടുപ്പിച്ചിട്ടുള്ള കേസുകളാണ് ജില്ലകളുടെ വിവിധ ഈ 2 ആഴ്ചകളിലായി കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ട്. അതിൽ കോളറയുണ്ട്, മലേറിയ ഉണ്ട്, നിപ്പ അതിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. നിപ്പ ബാധിതനായ ആ വ്യക്തി ഇപ്പോഴും ഗുരുതരമായി മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ ICUയിൽ കഴിയുകയാണ്. ഇതെല്ലാം ഒരു വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രദ്ധക്കുറവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവകരമായ കാര്യം തന്നെയാണ്. 4 വയസ്സുകാരിയാണ്, ഒരു കൊച്ചുകുട്ടിക്കാണ് ഈ ഷിഗല്ല ബാധ സ്ഥിരീകരിക്കപ്പെട്ടത്. എന്തായാലും കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എന്തായാലും പുരോഗതിയിലേക്കാണ് എന്നുള്ള ഒരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ള അജിംഷാദ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ പ്രതിഷേധം വരുന്നത് എന്തുകൊണ്ട് ഈ ആരോഗ്യ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ടുള്ള മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ വൈകിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾക്ക് പരാജയം പറ്റിയെന്ന് ആരോഗ്യമന്ത്രി തന്നെ സമ്മതിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ തലയിലും തെരഞ്ഞെടുപ്പിന്റെ തലയിലും ഒക്കെ വെച്ചിട്ട് അദ്ദേഹം അതിൽ നിന്നും ന്യായീകരണം ചമയ്ക്കാനാണ് നേരത്തെ ശ്രമിച്ചത്. എന്തായാലും ഇതാ കോഴിക്കോട് ജില്ലയിൽ വടകരയിൽ കൂടി 4.5 വയസ്സുകാരിക്ക് ഷിഗല്ല സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം. കൊല്ലത്തും വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചു. കൊല്ലം പോരുവഴി സ്വദേശിയായ 7 വയസ്സുകാരനാണ് ഷിഗല്ല ബാധിച്ചത്. 7-ാം മൈൽ സെൻറ്റ് തോമസ് റെസിഡൻസ് സെൻട്രൽ സ്കൂളിലെ 2-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിക്കാണ് ഷിഗല്ല ബാധിച്ചത്. 1.5 ആഴ്ച മുമ്പ് ഇതേ സ്കൂളിലെ 100-ലധികം വിദ്യാർത്ഥികൾക്ക് കൂട്ടത്തോടെ ഭക്ഷ്യവിഷബാധയേറ്റിരുന്നു. സ്കൂൾ താൽക്കാലികമായി അടച്ചിട്ടെങ്കിലും സ്കൂളിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്.